പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാർട്ട് 2-ലെ ചാപ്റ്റർ 4-ലെ പേജ് നമ്പർ 73-ലെ ഫിഗർ ഇറ്റ് ഔട്ടാണ്. 2 പാർട്ടായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതിലെ സെക്കൻഡ് പാർട്ടിൻ്റെ 4th ചാപ്റ്ററിലെ പേജ് നമ്പർ 73-ലെ ഫിഗർ ഇറ്റ് ഔട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റീകോൾ ദാറ്റ് എ ടെൻത്ത് ഈസ് 0.1, എ 100th ഈസ് 0.01 ആൻഡ് സോ ഓൺ. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. 10th എന്ന് വെച്ചാൽ 1/10 ആണ്, അത് ഡെസിമലിൽ എഴുതുമ്പോൾ 0.1. 100th എന്ന് വെച്ചാൽ 1/100 ആണ്, അത് ഡെസിമലിൽ എഴുതുമ്പോൾ 0.01. ഫൈൻഡ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് ഇൻ ടെൻസ്, ഹൺഡ്രഡ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നതിനെ എങ്ങനെ എഴുതണം? ടെൻസിലും ഹൺഡ്രഡ്സിലും ഒക്കെ നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 6 × 4 tons ഈസ് ഈക്വൽ ടു 24 tons. ഇങ്ങനെ ആക്കി നമ്മൾ എഴുതണം. അടുത്തത് 7 × 0.3. അപ്പോൾ ഇവിടെ 0.3 എന്ന് വെച്ചാൽ എന്താ? 0.3 എന്ന് വെച്ചാൽ 3 ടെൻസിനെയാണ് നമ്മൾ 0.3 എന്ന് വിളിക്കുന്നത് അല്ലേ. 0.3 എന്ന് വെച്ചാൽ 3/10 ആണ്. ദാറ്റ് മീൻസ് 3 tons അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 3 tons ഈസ് ഈക്വൽ ടു 21 tons. ഇനി അടുത്തത് 9 × 5 hundreds. എന്ത് വരും? 9 × 5 45 hundreds. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊഡക്ട്സ്. 27.34 × 6. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസിമൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ്? നമ്മൾ ഡെസിമൽ പോയിൻ്റ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് വീതമുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ 27.36 എന്നുള്ളത് എന്താവും? 27.34. അതെന്താവും? 2734. ഡെസിമൽ പോയിൻ്റ് നമ്മൾ മാറ്റുന്നു ഇൻറ്റു 6. 6 4s are 24. 6 3s are 18 plus 2 20. 7 6 are 42 plus 2 44. 6 2s are 12 plus 4 16. അപ്പോൾ നമുക്ക് 16404 എന്ന് കിട്ടി. അത് നമ്മളിവിടെ എഴുതുന്നു 16404. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇതിനകത്ത് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 0 ആണല്ലേ. അപ്പോൾ 2 + 0 എന്ത് വരും? 2 വരും. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് പോയി നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇതാ ഇവിടെ വരും. അപ്പോൾ നമുക്ക് 164.04 എന്ന് കിട്ടി. അടുത്തത് 4.23 × 3.7. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾ 423 × 37 ചെയ്യും. ഡെസിമൽ പ്ലേസസ് പോയിൻ്റ് മാറ്റിയിട്ട് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യും. 7 3s are 21. 7 2s are 14. 14 plus 2 16. 7 4s are 28 plus 1 29. 3 3s are 9. 3 2s are 6. 4 3s are 12. 1 9 plus 6 15. 9 plus 1 10. 10 plus 6 16. 4 plus 1 5 1. അപ്പോൾ ഇവിടെ നമുക്ക് 15651 എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ 4.23 × 3.7 ആണ് നമ്മൾ ചെയ്തത് അല്ലേ. ഇവിടെ ഫസ്റ്റ് നമ്പറിന് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 2. ഇവിടെ 1. അപ്പോൾ 2 + 1 ടോട്ടൽ 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 പ്ലേസസ് പോയിട്ട് ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 15.651 എന്ന് കിട്ടും. അടുത്തത് 0.432 × 0.23. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഡെസിമൽ പോയിൻ്റ് മാറ്റിക്കഴിഞ്ഞാൽ 432 × 23. 3 2s are 6. 3 3s are 9. 4 3s are 12. 2 2s are 4. 3 2s are 6. 4 2s are 8. 6 9 plus 4 13. 2 plus 1 3. 3 plus 6 9. 8 plus 1 9. അപ്പോൾ ഇവിടെ 9936. ഡെസിമൽ പ്ലേസസ് ഇവിടെ 3, ഇവിടെ 2. അപ്പോൾ 3 + 2 5.
അപ്പോൾ അതാ ഇവിടെ എത്രയേ ഉള്ളൂ, 4 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് 4 കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കിട്ടാൻ ഇവിടെ ഒരു 0യും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 0.09936 എന്ന് വരും. 0.09936. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടിയ പ്രൊഡക്റ്റിനകത്ത് അത്രയും ഡിജിറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ ഡിജിറ്റ്സ് എത്രയാണെന്ന് തികയ്ക്കാൻ വേണ്ടി നമ്മൾ 0 ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവത്തുള്ളേ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Tejas needs 1.65 meter of cloth for a shirt. How many meters of cloth are needed for 3 shirts? അപ്പോൾ തേജസിന് ഷർട്ട് തയ്ക്കാൻ വേണ്ടി 1.65 മീറ്റർ ക്ലോത്ത് ആണ് ആവശ്യമായിട്ടുള്ളത്. അതേപോലത്തെ 3 ഷർട്ടുകൾ തയ്ക്കാൻ എത്ര മീറ്റർ ക്ലോത്ത് ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഷർട്ടിന് 1.65 മീറ്റർ ആണെങ്കിൽ 3 ഷർട്ട്സിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 3 × 1.65 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എഴുതാം, ക്ലോത്ത് റിക്വയർഡ് ഫോർ എ ഷർട്ട് ഈസ് ഈക്വൽ ടു 1.65 മീറ്റർ. അടുത്ത എന്താ, ക്ലോത്ത് റിക്വയർഡ് ഫോർ 3 ഷർട്ട്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 3 × 1.65 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാം, ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 165 × 3, 5 3s are 15, 6 3s are 18 + 1 19, 3 + 1 4. അപ്പോൾ ഇവിടെ 495 എന്ന് കിട്ടി. ഇനി ഇതാ നോക്കിയേ, ഇവിടെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പ്ലേസസ് എത്രയുണ്ട്, 2 ആണുള്ളത് അല്ലേ. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 പ്ലേസസ് പോയിട്ട് നമ്മൾ പോയിൻ്റ് ഇടും. അപ്പോൾ നമുക്ക് 4.95 എന്ന് കിട്ടി. യൂണിറ്റ് ഇടണം, യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയും കേട്ടോ. അപ്പോൾ 4.95 മീറ്റർ ആണ് 3 ഷർട്ട്സിന് വേണ്ട ക്ലോത്ത്. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. Meenu bought 4 notebooks and 3 erasers. The cost of each book was rupees 15.50 and each eraser was 2.75. How much did she spend in all? അപ്പോൾ മീനു 4 നോട്ട്ബുക്കും 3 ഇറേസറും വാങ്ങി. ഒരു നോട്ട്ബുക്കിൻ്റെ കോസ്റ്റ് 15.50യും ഇറേസറിൻ്റെത് 2.75 ആയിരുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി അവൾ എത്ര രൂപ ചിലവാക്കിയെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു നോട്ട്ബുക്കിനാണ് 15.50. അപ്പോൾ 4 നോട്ട്ബുക്സിന് ചിലവാക്കിയത് എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം, കോസ്റ്റ് ഓഫ് ഈച്ച് നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു 15.50 റുപ്പീസ്. അടുത്തത് കോസ്റ്റ് ഓഫ് 4 നോട്ട്ബുക്സ് എന്ത് വരും, 4 × 15.50. ഒരെണ്ണത്തിൻ്റെതാണ് 15.50. 4 നോട്ട്ബുക്സിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 4 × 15.50 എന്ത് വരും, ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0, 5 4s are 20, 5 4s are 20 + 2 22, 4 + 2 6. അപ്പോൾ ഇവിടെ 6200 എന്ന് കിട്ടി. ഇവിടെ ഡെസിമൽ പ്ലേസസ് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2 പ്ലേസസ് ഇങ്ങോട്ട് പോയി പോയിൻ്റ് ഇടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 62 റുപ്പീസ് എന്ന് കിട്ടി. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ഈച്ച് ഇറേസർ. രണ്ടിൻ്റെ നമ്മൾ കോസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഈച്ച് ഇറേസർ ഈസ് ഈക്വൽ ടു എത്രയാണ്, റുപ്പീസ് 2.75. അടുത്തത് കോസ്റ്റ് ഓഫ് എത്ര ഇറേസറാണ് വാങ്ങിച്ചത്, 3 ഇറേസേഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 3 × 2.75. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 275 × 3, 5 3s are 15, 7 3s are 21 + 2 22, 3 2s are 6 + 2 8 ഈസ് ഈക്വൽ ടു 825 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസസ് 2 ആണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് പോയി നമ്മൾ പോയിൻ്റ് ഇടുന്നു. അപ്പോൾ 8.25 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ മണി സ്പെൻഡ്. ടോട്ടൽ മണി സ്പെൻഡ് ഈസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നോട്ട്ബുക്കിനായ കോസ്റ്റും ഇറേസറിനായ കോസ്റ്റും കൂടെ
ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ₹62 പ്ലസ് ₹8.25 രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 62. അപ്പോൾ ഇവിടെ ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 62 ആണെങ്കിൽ എന്ത് ചെയ്യാം, പോയിൻ്റ് ഇട്ട് 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കാം, വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല കേട്ടോ. അടുത്തത് 8.25 പോയിൻ്റ് വരുന്നതിന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കുക. 8 വൺസിൻ്റെ പ്ലേസിലാണ്, അപ്പോൾ 8 എഴുതുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ എഴുതണം, 6ൻ്റെ താഴെ എഴുതി വെക്കരുത് കേട്ടോ. 5, 2, 8 + 2 10, 6 + 1 7. അപ്പോൾ എന്ത് കിട്ടി? ₹70.25. ഇത്രയും പൈസയാണ് ഇറേസറിനും നോട്ട്ബുക്കിനും കൂടെ അവൾ സ്പെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.